أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1143 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിൻ്റെ ആമുഖം 5-ാം ഭാഗമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ ഇദ് സമഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം യഅ്ലുകുമുല്ലാഹു അൻ تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിന്റെ പഠനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 4 സെഷൻസ് ഇതിനകം ഈ സൂറത്തിന്റെ പശ്ചാത്തലം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെലവഴിക്കുകയുണ്ടായിട്ടുണ്ട്.
ഇന്നത്തോടെ ഇതിന്റെ ഈ സൂറത്തിനെ പരിചയപ്പെടുത്തുന്ന പ്രക്രിയ അവസാനിപ്പിക്കാമെന്നാണ് വെക്കുന്നത്. ഈ സൂറത്തിന്റെ പേര്, അതിന്റെ അവതരണ കാലം, അതിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അഹ്സാബ് യുദ്ധത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിന് ആന്തരികമായ വിള്ളലുകൾ ഉണ്ടാക്കാനും അതിനെ ദുർബലപ്പെടുത്താനും അതിനെ അകത്തു നിന്നുകൊണ്ട് ദുഷിപ്പിക്കാനുമൊക്കെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അഹ്സാബ് യുദ്ധത്തോടെ അവർക്ക് ബോധ്യമായ ഒരു സംഗതി, സൈനികമായി ഇനി മുസ്ലിം സമൂഹത്തെ, മദീനയിലെ ഇസ്ലാമിക സമൂഹത്തെ നേരിട്ട് തോൽപ്പിക്കുക എന്നത് സാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിലെ ശത്രുക്കൾക്ക് ഉണ്ടാവുകയാണ്. മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെയായ ആളുകളും അവരെ പിന്തുണച്ചിരുന്ന ഗോത്രങ്ങളും, അതുപോലെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ സംരംഭങ്ങളെയും പരാജയപ്പെടുത്താൻ നിരന്തരം രഹസ്യമായി ശ്രമിച്ചുകൊണ്ടിരുന്ന മുനാഫിക്കുകളും, അതുപോലെ യഹൂദ ഗോത്രങ്ങൾ, അവരും ഇസ്ലാമിനോട് ശത്രുത കാണിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദ്ധതികളെ പരാജയപ്പെടുത്താൻ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത്. അപ്പൊ ഈ ആളുകൾക്കൊക്കെയും ബോധ്യം വന്നത്, ഇനി ഇസ്ലാമിനെ, മുസ്ലിം സമൂഹത്തെ സൈനികമായി ചെറുത്ത് തോൽപ്പിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസ്താവനയിലും നമ്മൾ കാണുകയുണ്ടായി. ഇന്നേ ദിവസത്തിന് ശേഷം ഖുറൈശികൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല, നിങ്ങൾ അവരുടെ നേരെ മുന്നേറുകയാണ് ചെയ്യുക എന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസ്താവന നടത്തിയത് നമ്മളൊരു ഹദീസിൽ കാണുകയുണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് ഇസ്ലാമിനോട് പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ ആഭ്യന്തരമായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിക സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ, അവരെ ധാർമ്മിക സദാചാര മണ്ഡലങ്ങളിൽ അവരെ നശിപ്പിക്കാനും അവരെ ഇകഴ്ത്തിക്കെട്ടാനും ഒക്കെയുള്ള കുൽസിതമായ ശ്രമങ്ങളിലാണ് പിന്നെ ഏർപ്പെടുന്നത്. അതാണ് കൂടുതൽ ഫലപ്രദമാവുക എന്ന ഒരു കണക്കുകൂട്ടൽ. ഈ ഒരു സംഗതിയെക്കുറിച്ച് ഇസ്ലാമിക സമൂഹം വളരെ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. സമീപകാലത്തും ആധുനിക കാലഘട്ടത്തിൽ പൊതുവായും ഒക്കെ തന്നെ പല ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന പലരും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം അപകീർത്തിപ്പെടുത്തൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അവർക്ക് വേണ്ടി ചതിക്കുഴികൾ ഒരുക്കി വെച്ചത് ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടതും മനസ്സിലാക്കിയതും ഒക്കെയാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുന്നേറ്റത്തില് വിരളി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെയും സമൂഹത്തെയും തകർത്ത് കളയാൻ ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം അവസരങ്ങള് പത്ത് പതുങ്ങിയിരുന്ന് കണ്ടെത്തി പ്രയോജനപ്പെടുത്തുകയാണ്. മുഖ്യമായിട്ടും കപട വിശ്വാസികൾ അവർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കുഫാറുകളുടെയും യഹൂദരുടെയും ഒക്കെ ബാഹ്യമായ സഹായത്തോടു കൂടി തന്നെ അവര് അതിലേർപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സംഭവം അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുനാഫിക്കുകൾ നേതൃത്വം കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് അതിനോട് പ്രതികരണം എന്നുള്ള നിലക്കാണ് സൂറത്ത് നൂറ് അവതരിക്കുന്നത്. ഈ സൂറത്തിന്റെ പേര് തന്നെ അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു സംഗതിയാണ്. പ്രകാശപൂരിതമാക്കുക എന്നതാണ് അതിന്റെ താല്പര്യം. അന്നൂർ എന്ന് പറഞ്ഞ പ്രകാശമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന പ്രകാശം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദിവ്യപ്രകാശമാണ്. ആകാശഭൂമികളുടെ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ പ്രകാശം എന്നത് അള്ളാഹുവിന്റെ പ്രകാശമാണ്. പ്രകാശം അള്ളാഹു പ്രസരിപ്പിക്കാത്ത, അള്ളാഹു പരത്താത്തിടത്തൊക്കെ ഇരുട്ടാണ് ഉണ്ടാവുക, ഇരുട്ടുകുത്തി നിൽക്കുക ചെയ്യുക. മനുഷ്യ ഹൃദയങ്ങളിലും അന്ധകാരം ഇല്ലാതാക്കി തീർക്കുന്നത്
അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. അള്ളാഹുവിന്റെ വ്യവസ്ഥയെ അംഗീകരിക്കലും അവന് കീഴ്പ്പെടലും അവന് വിധേയപ്പെടലും ഒക്കെയാണ് മനുഷ്യ മനസ്സുകളിൽ അന്ധകാരം അകറ്റുകയും അവിടെ പ്രകാശപൂരിതമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ. അപ്പോ നമുക്ക് ആയത്തുന്നൂറ് ചർച്ച ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ആന്തരികമായിട്ട് ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ള ഈ ആളുകൾ നേരിടുന്നത് ഒരിക്കലും തന്നെ സൈനികമായ നടപടിയിലൂടെയോ അല്ലെങ്കിൽ കായിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടോ സാമ്പത്തികമായ എന്തെങ്കിലും ഉപരോധങ്ങളിൽ അവരെ ഏർപ്പെടുത്തിക്കൊണ്ടോ അങ്ങനെയുള്ള ഒന്നുമല്ല. മറിച്ച് അള്ളാഹു ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വന്തം ഭവനം ഭദ്രമാക്കുക എന്നൊരു പോളിസിയാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മുസ്ലിം കുടുംബം, മുസ്ലിം ഭവനങ്ങൾ അത് സുരക്ഷിതമാക്കി മാറ്റേണ്ടതുണ്ട്. അത് കായികമായിട്ട് അതിന് ഉള്ള ഭീഷണികളെ നേരിടാൻ കാവൽക്കാരെ ഏർപ്പെടുത്തുക എന്നതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളത് ഓരോരുത്തരും ആത്മീയമായി സംസ്കരിക്കപ്പെടുക എന്നതാണ്. തസ്കിയത്തിലൂടെയും തർബിയത്തിലൂടെയും ഇസ്ലാമിക സമൂഹത്തിൽ ഓരോ വ്യക്തിയും വളരെ സമുന്നതമായ ക്വാളിറ്റീസ് ആർജിക്കാൻ ആവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് അള്ളാഹു സൂറത്ത് നൂറിലൂടെ നമുക്ക് നൽകുന്നത്. ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിന്റെ അന്തരംഗം വളരെ ഭദ്രമായി മാറും. അവരുടെ കുടുംബങ്ങള്, അവരുടെ ഭവനങ്ങള്, വീടുകള്, അവരുടെ പരസ്പരമുള്ള ബന്ധങ്ങള്, അവരുടെ ഇടപാടുകള് ഇതൊക്കെ തന്നെ വളരെ ഭദ്രതയുള്ള ഒരു സംഗതിയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് പറ്റുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നിയമ മാർഗദർശനങ്ങളും ഒക്കെയാണ് സൂറത്ത് നൂറിലൂടെ അള്ളാഹു നൽകുന്നത്. അപ്പോ ഈ സൂറത്തിൽ സ്വാഭാവികമായിട്ടും വളരെ പ്രസക്തമായ പ്രാധാന്യമുള്ള ചില പ്രതിപാദ്യ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് ആയത്തുകൾ വിശദമാക്കുമ്പോൾ നമുക്ക് ഓരോന്നും സൂക്ഷ്മമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ പൊതുവായിട്ട് ചില കാര്യങ്ങൾ അത് സംബന്ധമായിട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മള് ഒന്നാമത്തെ ഒരു ആക്രമണം ഇസ്ലാമിക സമൂഹത്തിന് ആ ഘട്ടത്തിൽ ഉണ്ടായത് ഖന്തഖ് യുദ്ധവും എന്ന് പറഞ്ഞ അഹ്സാബ് യുദ്ധവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് സൂറത്തുൽ അഹ്സാബിന്റെ അവതരണത്തിന് ശേഷം സൂറത്തുൽ നൂറ് അവതരിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ആക്രമണം ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഉണ്ടാവുന്നത് ഈ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തില് സംശയവും അതുപോലെ ആരോപണവും ദുഷ്പ്രചാരണങ്ങളും ഒക്കെ കൊഴുപ്പിക്കുക എന്നതാണ്. ആഭ്യന്തരമായിട്ട് കലഹമുണ്ടാക്കാൻ അത് വളരെയേറെ പ്രയോജനം ചെയ്യും എന്ന നിലക്കാണ്. അപ്പോ ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന് നേരെ നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ സൈനിക നടപടി, അതിനെ തുടർന്ന് അവരുടെ മടക്ക യാത്രയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ സൂറത്തിന്റെ അവതരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ മുസ്ലിങ്ങൾ മികച്ചു നിന്നിരുന്ന ഒരു മേഖലയിലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ധാർമ്മികതയും സദാചാരപരതയും ഒക്കെയായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഇപ്പോ ഈ ഖന്തഖിന് ശേഷം ഇപ്പോ ബനു മുസ്തലിഖ് ഗോത്രക്കാർക്ക് നേരെയുള്ള നടത്തിയ സൈനിക നടപടിയെ തുടർന്നുള്ള നാളുകളിൽ ഈ ഇസ്ലാമിന്റെ ശത്രുക്കള് നടത്തുന്നത്. മുസ്ലിങ്ങൾ വളരെ മികവ് കാണിച്ച മേഖലയിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിസ്തുലരായ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പാലിച്ചിരുന്ന സമൂഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് അവരുടെ നന്മയും സദാചാരബോധവും ധാർമ്മികതയും അവര് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുമൊക്കെ ആയിരുന്നു എന്നത് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുന്ന ആർക്കും തന്നെ ബോധ്യപ്പെടും. അപ്പോ ഈ മേഖലയിലാണ് ശത്രുക്കളുടെ ആക്രമണം ഇപ്പോ നടക്കുന്നത്. ഇതിന് പരിഹാരം പ്രസംഗിക്കുകയോ
അല്ലെങ്കിൽ സൈനികമായ പ്രത്യാക്രമണം നടത്തുകയോ ഒന്നുമല്ല. മറിച്ച് ഇത്തരം പുഴുക്കുത്തുകൾ സംഭവിക്കാതിരിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ പഠിപ്പിക്കുകയും ചില മര്യാദകൾ നടപ്പിലാക്കുകയും വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒരു ചട്ടക്കൂട്ടിനകത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ്. അതാണ് അള്ളാഹു സൂറത്ത് നൂറിലൂടെ നിർവഹിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ അതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഈ സൂറത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അവ പൊതുവായിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ബാക്കി വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ പറയുകയും ചെയ്യാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംഗതി. അവരോട് വീടുകളിൽ, അവരുടെ സ്വന്തം ഭവനങ്ങളിൽ അടങ്ങി ഒതുങ്ങി കഴിയാനാണ് അള്ളാഹു കൽപ്പന നൽകുന്നത്. വേഷഭൂഷാദികളോടെ അവര് പുറത്തിറങ്ങി സമൂഹത്തില് പുറത്തിറങ്ങി പഴയ ജാഹിലിയത്തിന്റെ രീതിയിൽ ഉള്ള ബന്ധങ്ങളോ അത്തരം രീതികളോ ഒന്നും ഉണ്ടാവരുത്. അവരോട് വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന നിർദ്ദേശമാണ് നൽകപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട്. ഇത് ആന്തരികമായിട്ടുള്ള ചിട്ടയും അച്ചടക്കവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിർദ്ദേശം. അതുപോലെ അവരോട് സ്വരം ഉയർത്താതെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ അന്യപുരുഷന്മാര് കടക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നു. പത്നിമാരോട് മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കാനാണ് മറ്റുള്ളവർക്ക് അനുവാദം നൽകപ്പെടുന്നത്. ഒരു കർട്ടൻ അപ്പുറത്ത് നിന്നുകൊണ്ട് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് സാധാരണ ജനങ്ങൾ സംസാരിക്കാവൂ എന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശം നൽകപ്പെടുന്നു. പിന്നെ വിവാഹബന്ധം നിഷിദ്ധമായ വിധത്തിലുള്ള ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലാവുന്നത് അവരെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത തരം ബന്ധങ്ങൾ. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവരുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവരുടെ സഹോദരൻ, അങ്ങനെ അബ്ദുറഹ്മാൻ എന്നാണ് തോന്നുന്നുണ്ട് അവരുടെ പേര്, അങ്ങനെയുള്ളവർക്ക് അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലാം. അല്ലാത്ത ആളുകൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല എന്ന വിധത്തിലുള്ള ഒരു വിലക്ക് ഇസ്ലാം ഏർപ്പെടുത്തുന്നു. അപ്പൊ ഒരു വിഭജനം നടക്കുകയാണ്, മെഹ്റമും മെഹ്റമല്ലാത്തവരും എന്ന നിലക്ക്. വിവാഹം നിഷിദ്ധമായ ബന്ധങ്ങൾ, ഇപ്പൊ മകളുടെ കാര്യത്തിൽ വാപ്പാക്ക് വിവാഹം പറ്റൂലല്ലോ, അതുപോലെ സഹോദരന് അങ്ങനെ സഹോദരിയെ വിവാഹം ചെയ്യാൻ വിലക്കുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള വിവാഹം നിഷിദ്ധമായ തരം ബന്ധങ്ങൾ ഏത്, വിവാഹം പാടുള്ള വിധത്തിലുള്ള ബന്ധങ്ങൾ ഏത്. ഇപ്പൊ കസിൻസ് നമ്മുടെ നാട്ടിലൊക്കെ പരക്കെ വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുത്തപ്പെടുന്ന ഒരു ബന്ധമാണ് മാതാവിന്റെ സഹോദരന്മാരുടെയും സഹോദരികളുടെയും മക്കള്, പിതാവിന്റെ സഹോദരന്മാരും സഹോദരിയും തമ്മിലുള്ള അവരുടെ മക്കള്. യഥാർത്ഥത്തില് ഈ ആളുകൾ കുടുംബപരമായി വളരെ അടുപ്പമുള്ളവരാകുമെങ്കിലും വിവാഹം നിഷിദ്ധമായ ആളുകളല്ല. കസിൻസ് പരസ്പരം വിവാഹം ചെയ്യുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതറിയുന്ന ആളുകൾക്കിടയിൽ അത്തരം മാനസികമായ ചായ്വുകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ ആളുകൾക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ എപ്പോ വേണമെങ്കിലും വീടുകളിൽ വരാനും പോകാനും ഒക്കെ പറ്റുന്ന, പരസ്പരം സംസാരിക്കാനും ഫോൺ ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലോസ്നെസ് ഉണ്ട് താനും. വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണ് ഇത് എന്ന് കാണാൻ കഴിയും. അപ്പോ ഇവിടെ സൂറത്തു നൂറിലെ ചില നിർദ്ദേശങ്ങളിലൂടെ അള്ളാഹു നടപ്പിലാക്കുന്നത് വിവാഹം നിഷിദ്ധമായ തരം ആളുകളാര്, വിവാഹം അനുവദനീയമായ തരത്തിലുള്ള ബന്ധങ്ങൾ ഏത് എന്നത് വളരെ ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്ത് പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ മുഹറമുകൾക്ക് അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുന്നതിന്, ഫ്രീ ആയിട്ട് അവരുമായിട്ട് ഇടപഴകുന്നതിനൊന്നും ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മെഹ്റം അല്ലാത്ത ആളുകളുടെ കാര്യത്തില് അവർക്ക് അങ്ങ് പാഞ്ഞു ചെന്ന് അവരുടെ വീടുകളിലേക്ക് കയറാനൊന്നും പാടില്ല. അവിടെ
അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ട് അത് മറക്ക് പുറകിൽ നിന്നുകൊണ്ട് ഒക്കെ അവരോട് സംസാരിക്കുകയോ ചോദിച്ച് കാര്യങ്ങൾ അറിയുകയോ ചെയ്യുന്ന ഒരു സമീപനം മാത്രമേ പാടുള്ളൂ എന്നത് പഠിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ ഖുർആൻ ഈ സൂറത്തിലൂടെ സത്യവിശ്വാസികളുടെ മാതാക്കളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനായിട്ട് അവരെ പ്രഖ്യാപിക്കുന്നു. അവര് സത്യവിശ്വാസികളുടെ എക്കാലത്തെയും എല്ലാ കാലഘട്ടങ്ങളിലെയും സത്യവിശ്വാസികളുടെ ഉമ്മമാരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി അവരോട് എടുക്കേണ്ട സമീപനം സ്വന്തം മാതാക്കളോട് എടുക്കുന്ന സമീപനം പോലെ മാത്രമേ പാടുള്ളൂ. അതാണ് അള്ളാഹു നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. സ്വന്തം മാതാക്കളോട് എന്ത് വിചാരമാണ് അവരെ കുറിച്ച് നമ്മൾ വെച്ചു പുലർത്തുക, അതുപോലെയുള്ള വിചാരങ്ങൾ മാത്രമേ വെച്ച് പുലർത്താൻ പാടുള്ളൂ. അവരോട് അത്തരം നിലപാടേ പാടുള്ളൂ. സ്വന്തം മാതാവിനെ ആരും വിവാഹം കഴിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു വിവാഹാലോചന നടത്തുക എന്നൊരു സാധ്യത, അവര് വിധവകളായ അവസ്ഥയിലോ അല്ലാത്ത നിലക്കോ ഒന്നും തന്നെ അങ്ങനെയുള്ള ഒരു ആലോചന പോലും ഉണ്ടാവുക പാടില്ല എന്നതാണ് അതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന സുപ്രധാനമായ ഒരു കാര്യം. അപ്പോ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കുന്നത് അങ്ങേയറ്റത്തെ കുറ്റകരമായി പ്രഖ്യാപിക്കുകയാണ്. ഇഹത്തിലും പരത്തിലും കഠിനമായ ശിക്ഷയും ദൈവിക ശാപവും ഒക്കെ ലഭിക്കാൻ കാരണമാവുന്ന ഒരു കുറ്റമായിട്ട് പ്രഖ്യാപിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതും ദ്രോഹിക്കുന്നതും ഒക്കെ. വ്യാജ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടും അതുപോലെ ഖദഫ് പ്രചരിപ്പിച്ചുകൊണ്ടും ഒക്കെ തന്നെ, ഈ അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായി ദ്രോഹിക്കുന്നത് അങ്ങേയറ്റത്തെ ശിക്ഷാർഹമായ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ പുറത്തിറങ്ങുമ്പോൾ സത്യവിശ്വാസിനികള്, വിശേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് ഹിജാബ് ആചരിക്കുന്നതിന്റെ നിർദ്ദേശങ്ങളാണ് നൽകപ്പെടുന്ന വേറെ ഒരു സംഗതി. അതിന്റെ തുടക്കം സൂറത്തുൽ അഹ്സാബിൽ വരുന്നുണ്ട്. അതിന്റെ പൂർത്തീകരണമാണ് സൂറത്തുൽ നൂറിൽ വരുന്നത്. അപ്പോ ശരീരം നന്നായി മറക്കുന്ന മെഹജുബ ആയിട്ടാണ് അവര് പുറത്തിറങ്ങേണ്ടത്. എന്ന് പറഞ്ഞാൽ പർദ്ദ ധരിക്കാൻ വളരെ ലൂസായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രം, മുഴുവൻ മൂടി പൊതച്ചുകൊണ്ട് മാത്രം പുറത്തു പോകാനുള്ള അനുവാദമാണ് മുസ്ലിം സ്ത്രീകൾക്ക് അള്ളാഹു നൽകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിലാണ് നടപ്പിലാക്കപ്പെടുന്നത് ആദ്യമായിട്ട്. അതിനെ തുടർന്നാണ് സത്യവിശ്വാസികൾക്ക് മുഴുവനും അത് മാതൃകയായിട്ട് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങള് നൽകപ്പെടുകയാണ്. അപ്പോ അതിനോടനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വ്യഭിചാരം ഇത്രയും കാലം ഇസ്ലാമിന്റെ വീക്ഷണത്തില് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളുടെ വെളിച്ചത്തില് ഒരു സാമൂഹ്യമായ കുറ്റമായിരുന്നതാണെങ്കിൽ ഇപ്പോ അത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കാര്യമായിട്ട് നിശ്ചയിക്കപ്പെടുന്നു. അതുപോലെ വ്യഭിചാര ആരോപണം നടത്തുന്നത് അടിസ്ഥാനരഹിതമായി സാക്ഷികളില്ലാതെ, 4 സാക്ഷികളില്ലാതെ ആരെങ്കിലും അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 80 അടി ശിക്ഷയായിട്ട് നിശ്ചയിക്കപ്പെടുന്നു. അതുപോലെ ദുർവൃത്തകളായ സ്ത്രീകളെ ദുർവൃത്തന്മാരായ പുരുഷന്മാര് അല്ലാതെ വിവാഹം കഴിച്ചുകൂടാ എന്ന ഒരു നിർദ്ദേശം നൽകുന്നു. സദ്വൃത്തകളായ സ്ത്രീകൾ സദ്വൃത്തന്മാരായ പുരുഷന്മാരുമായിട്ട് യോജിച്ചു പോവുകയുള്ളൂ എന്നതുകൊണ്ട് ത്വയ്യിബാത്തുകള് ത്വയ്യിബൂനുള്ളതാണ് എന്ന വിധത്തിൽ അള്ളാഹു നിർദ്ദേശം നൽകുന്നു. അതുപോലെ വ്യാജാരോപണത്തിനുള്ള ശിക്ഷ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇങ്ങനെ സദാചാരപരമായ മര്യാദകൾ പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ് തുടർന്ന് നൽകപ്പെടുന്നത്. അതുപോലെ അടിസ്ഥാനരഹിതമായ ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷ ഞാൻ സൂചിപ്പിച്ചു. അതാണ് ഈ സൂറത്തിൽ പഠിപ്പിക്കപ്പെടുന്ന വേറൊരു കാര്യം. പിന്നെ പരസ്പരം സദ്വിചാരം വെച്ച് പുലർത്തുക എന്നത് ഒരു അടിസ്ഥാനപരമായ ഗുണമായിട്ട് അംഗീകരിക്കപ്പെടാനുള്ള നിർദ്ദേശമാണ് മറ്റൊന്ന്. അതായത് ആളുകളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിച്ച് അതിന് എരിവും പുളിയും ഒക്കെ കൊടുത്ത് അതിനെ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ള ഒരു ശീലത്തിലേക്കല്ല പോകാൻ പാടില്ല.
ആര് നല്ല മനുഷ്യരെ കുറിച്ച് എന്തെങ്കിലും ദുരാരോപണം നടത്തുകയാണെങ്കിലും ഉടനെ അത് തള്ളിക്കളയുക എന്നതാണ് വേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ. എന്നിട്ട് എന്തുണ്ടായി എന്ന വിധത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് രംഗത്ത് വരികയല്ല വേണ്ടത്. മറിച്ച് നീ മിണ്ടാതെ പോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് അകറ്റി മാറ്റുകയും അത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന വിധത്തിൽ അതിനെ കാണുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത ഖുർആൻ എടുത്തു പറയുന്നു എന്നതാണ് ഇത് സംബന്ധമായിട്ടുള്ള മറ്റൊരു നിർദ്ദേശം. പരസ്പരം നല്ല വിചാരമാണ് വെച്ചു പുലർത്തേണ്ടത്. സത്യവിശ്വാസികൾ പരസ്പരം അങ്ങനെയുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ വീട്ടിൽ പ്രവേശിക്കുന്നത് വിലക്കുകയാണ് വേറൊരു കാര്യം. സ്ത്രീ പുരുഷന്മാര് ദൃഷ്ടി നിയന്ത്രിക്കണമെന്നും തുറിച്ചു നോക്കരുതെന്നും നിർദ്ദേശിക്കപ്പെടുന്നു എന്നതാണ് അതുപോലെ ഒളിഞ്ഞു നോക്കുന്നതും വിലക്കപ്പെടുകയാണ് ഇതിനെ തുടർന്ന്. അതുപോലെ സ്വന്തം വീടുകളിൽ സ്ത്രീകള് വസ്ത്രധാരണത്തിന് ഒരു മര്യാദ പാലിക്കേണ്ടതുണ്ട്. അത് മാറും അതുപോലെ തലയും ഒക്കെ മറച്ചുകൊണ്ടുള്ള ഒരു അടക്കം ഒതുക്കുള്ള മോഡസ്റ്റിയുള്ള വസ്ത്രധാരണം വീടുകൾക്കകത്തും പാലിക്കാനുള്ള നിർദ്ദേശം നൽകപ്പെടുന്നുണ്ട്. പിന്നെ വിവാഹ വിലക്കുള്ളവരോടും ഭൃത്യന്മാരോടും ഒക്കെ ഒരു അല്പം ഇക്കാര്യത്തില് സ്വാതന്ത്ര്യം എടുക്കുന്നതിന് വിലക്കില്ല എന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിവാഹം നിഷിദ്ധമായ തരം ആളുകൾ അവരുടെ മുന്നിലും വളരെ പ്രകോപനപരമായ വിധത്തിലുള്ള വസ്ത്രധാരണം ഒന്നും ധരിച്ചിട്ട് നടക്കാൻ പാടില്ല. അങ്ങനെയുള്ള രീതി പാടില്ല. എന്നാൽ ചെറിയ വിധത്തിലുള്ള ഇളവ് വിവാഹം നിഷിദ്ധമായ തരം ആളുകളുടെ മുന്നിൽ, അതുപോലെ ദീർഘകാലം തങ്ങളുടെ ഭൃത്യന്മാരായിട്ടൊക്കെ സേവകന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഉള്ള ചെറിയ ഇളവ് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയും. അതുപോലെ അലങ്കാരം, അതുപോലെ വേഷഭൂഷാദികളും ഒക്കെ ആയിട്ട് ആരുടെയും മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ മാനസികമായിട്ട് ഇളക്കമുണ്ടാക്കുന്നവരാക്കി മാറ്റാൻ പാടില്ല. പിന്നെ പുറത്തിറങ്ങുമ്പോ അലങ്കാരങ്ങള്, അതുപോലെ സ്ത്രീകളുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മറച്ചുകൊണ്ടായിരിക്കണം. അത് ശരീരത്തിന്റെ അംഗലാവണ്യമായാലും അതുപോലെ ആഭരണങ്ങളും അതുപോലെയുള്ള ഉടയാടകളും ഒക്കെ ആയാലും അത് അങ്ങനെ അണിഞ്ഞൊരുങ്ങി വളരെ എല്ലാവരുടെയും കണ്ണുകളെ റാഞ്ചിയെടുക്കുന്ന വിധത്തിലുള്ള ഇതാവരുത് എന്നത് നിർദ്ദേശം ആയിട്ട് നൽകപ്പെടുന്നുണ്ട്. അതുപോലെ അവിവാഹിതരായി കഴിയുന്ന ആളുകളെ ഏറ്റവും വേഗം വിവാഹം ചെയ്യിപ്പിക്കണം എന്നതാണ് ഒരു നിർദ്ദേശം. അവിവാഹിതരായി നിൽക്കുന്നത് വളരെ അനഭിലഷണീയമായിട്ട് ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഈ അടിമകൾക്കിടയിൽ പോലും വിവാഹബന്ധം ഉണ്ടാക്കണം. ഇപ്പൊ നമ്മളുടെ കീഴിലുള്ള വലത് കൈ ഉടമപ്പെടുത്തിയ തരം ആളുകളാണ് എങ്കിൽ തന്നെ അവരെ അവർക്ക് പറ്റിയ ബന്ധങ്ങൾ കണ്ടെത്തി അവരെ പരസ്പരം വിവാഹം ചെയ്യിക്കണം എന്നതാണ് ഇസ്ലാം നൽകുന്ന നിർദ്ദേശം. ലൈംഗികമായ മനുഷ്യന്റെ ചോദന നിവർത്തിക്കപ്പെടാൻ വേണ്ടിയുള്ള അവസരമില്ലാത്ത, ഹലാലായ അത്തരം ബന്ധങ്ങൾ ഇല്ലാത്ത ഒരാളും സമൂഹത്തിൽ ഉണ്ടാകുന്ന വിധത്തില് ആവാൻ പാടില്ല. അത് അപകടം ഉണ്ടാക്കും, സാമൂഹ്യ വ്യവസ്ഥയെയും ധാർമ്മികതയെയും തകർത്തുകളയും. ഓരോരുത്തർക്കും ഹലാലായ ചില ബന്ധങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇത്തരം അധാർമികത ഉണ്ടാകുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന നടപടി സ്വീകരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ ഇത് സംബന്ധമായി നൽകപ്പെടുന്ന നിർദ്ദേശം. അതുപോലെ അടിമകളെ മോചിപ്പിക്കുന്നതിന് മോചനപത്ര നിയമം നടപ്പിലാക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അടിമക്ക് ഉടമയിൽ നിന്ന്, യജമാനനിൽ നിന്ന് മോചനം നേടാന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമാണ് ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. അത് നിർവഹിക്കപ്പെടുന്നതോടുകൂടി അയാൾക്ക് ആ അടിമത്തത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്നത് വളരെ 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 ശുഭകരമായ, സന്തോഷകരമായ ഒരു സംഗതിയായിട്ട് കാണാൻ കഴിയും. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് മനസ്സിലാക്കാം. അടിമ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു രീതി പഴയകാലത്ത് ജാഹിലിയ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അള്ളാഹു അത് അവസാനിപ്പിക്കുകയാണ് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ ഈ സൂറത്തിൽ നൽകപ്പെടുന്ന ഒരു സംഗതി വിശ്രമവേളകളെ ഡിഫൈൻ ചെയ്യുന്നു. 3 ഔറാത്തുകള്, 3 വിശ്രമ സമയങ്ങള് ഖുർആൻ എടുത്തു പറയുന്നു ഈ സൂറത്തിൽ. എന്നിട്ട് ആ സമയങ്ങളിൽ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതുണ്ട്. സ്വന്തം മക്കളാണെങ്കിൽ പോലും
വാപ്പായുടെയും ഉമ്മായുടെയും മുറികളിലേക്ക് അങ്ങ് ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ സന്ദർഭങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടും കതകിൽ മുട്ടിയിട്ട് അനുവാദം കിട്ടിയിട്ടൊക്കെ മാത്രമേ മുറിയിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെടുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാം. അതുപോലെ വൃദ്ധകൾക്ക് ചില ഇളവുകൾ അവരുടെ സ്വന്തം വീടുകളിൽ ഹിജാബിന്റെ നിഷ്കർഷത പാലിക്കപ്പെടേണ്ടതില്ലാത്ത വിധത്തിൽ ചില ഇളവുകൾ നൽകുന്നുണ്ട്. അത് എന്നാൽ അവർ പുറത്തു പോകുമ്പോൾ അവരും അണിഞ്ഞൊരുങ്ങി പോകുന്ന ഒരു സംഗതിക്ക് പകരം വസ്ത്രധാരണം കൊണ്ട് മൊത്തം ശരീരത്തെ മറച്ചുകൊണ്ട് വേണം അവർ പോകാൻ എന്നുള്ള അതും അതുപോലെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് കാണാം നമുക്ക്. അതുപോലെ അംഗപരിമിതരായ ആളുകൾ, അന്ധത, മുടന്ത് പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഗൗരവമുള്ള രോഗമുള്ള ആളുകൾ, ഇവർക്കൊക്കെ തന്നെ മറ്റുള്ളവരുടെ വീടുകളിൽ നിന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന് വിലക്കില്ല, അവർക്ക് ഇളവുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അനുവാദം കൂടാതെ ഒരാളുടെ വീട്ടിൽ നിന്ന് ആഹരിക്കുന്നതിന് വളരെ അടുത്ത ബന്ധത്തിൽപ്പെട്ടവർക്ക് അതിനുള്ള അവകാശമോ അല്ലെങ്കിൽ അനുമതിയോ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ സ്നേഹബന്ധം, വ്യക്തിപരമായ അടുപ്പം, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യവസ്ഥയും ചിട്ടയും നിയമങ്ങളും നൽകുകയും ചെയ്യുന്നു എന്നതാണ് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ സത്യവിശ്വാസികള് ആരെന്നും കപടവിശ്വാസികള് ആരെന്നും തിരിച്ചറിയുന്ന വിധത്തിലുള്ള ലക്ഷണങ്ങൾ വ്യക്തമാക്കപ്പെടുന്നു. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹത്തില് കപടവിശ്വാസത്തിന്റെ ആളുകളായിട്ട് നിലകൊള്ളുന്നത് ആരാണെന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ സംഘടിതമായ സംഘടനാ വ്യവസ്ഥയെ സുശക്തമാക്കുന്ന ആ ഒരു കാര്യമാണ് ഇതിലൂടെ ഇത്തരം നിയമങ്ങൾ നൽകപ്പെടുന്നതിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്കെതിരിൽ ഉന്നയിക്കപ്പെട്ട അത്യന്തം ലജ്ജാവഹമായ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് ഖുർആൻ ഏറ്റവും ഭംഗിയായ മറുപടി നൽകുകയാണ് ഈ സൂറത്തില്. അതില് കാർക്കശ്യമല്ല കാണിക്കുന്നത്, വളരെ അനുനയിപ്പിച്ചുകൊണ്ടുള്ള ആളുകളെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്ന, ചേർത്ത് പിടിക്കുന്ന വിധത്തിലുള്ള, കാർക്കശ്യം കാണിച്ചുകൊണ്ട് വിരട്ടി ഓടിക്കുന്ന വിധത്തിലല്ല നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നതെന്ന് കാണാൻ കഴിയും. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് പറയുന്ന കാര്യങ്ങളല്ല ഇത് സമാവിയായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആയാത്തുകളാണ് എന്നതിന് വലിയൊരു തെളിവാണ്. കാരണം ആരും തന്നെ വ്യക്തിപരമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കുക എന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായിട്ടാണ് പ്രതികരിച്ചിരുന്നതെങ്കിൽ അത് വളരെ വൈകാരികമായി പോകാൻ ഇടയുണ്ട്. ഇത് അങ്ങനെയല്ല. വളരെ പ്രക്ഷുബ്ധമായ, വളരെ സ്ഫോടനാത്മകമായ അവസ്ഥ നിലനിൽക്കുമ്പോൾ പോലും വളരെ വലിയ സമചിത്തതയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നതും ഇതിനുള്ള മറുപടി നൽകപ്പെടുന്നതും എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പിന്നെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ ഉള്ളടക്കത്തെ പരാമർശിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിലെ ആയത്തുകൾ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സൂറത്ത് പഠന വിധേയമാക്കുന്നത് സ്വന്തം ജീവിതത്തെ അടുക്കും ചിട്ടയും ഉള്ളതാക്കി മാറ്റാനുള്ള ഒരു പ്രയത്നം എന്ന നിലക്ക് കണ്ടുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ അറിവ് നേടുന്നതിലൂടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.